എന്തൊരു സുഗന്ധം നബിയെ അങ്ങേക്ക് ജീവിച്ചപ്പോഴും സുഗന്ധം, മരിച്ചു പോയപ്പോഴും സുഗന്ധം. ആ ഒരു വാക്ക് നബി ആരാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. ജീവിച്ചപ്പോഴും അങ്ങേക്ക് സുഗന്ധം, മരിച്ചു പോയപ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയെ. അങ്ങ് നന്നായി നബിയെ. ജീവിച്ചിരപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അങ്ങ് തന്നെ നല്ലവർ, മരണപ്പെട്ടപ്പോഴും അങ്ങ് തന്നെ നല്ലവർ. 3 ദിവസം സ്വഹാബത്തിന്റെ ഇജ്തിഹാദ് കൊണ്ട് ഹബീബിനെ മറവ് ചെയ്യാൻ 3 ദിവസം അവർ കാത്തുവെച്ചിട്ടുണ്ട്. ഖിലാഫത്തിന്റെ സത്ത പൂർത്തിയാവാൻ 3 ദിവസം കടന്ന ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ ആ പരിശുദ്ധമായ ഭൂമിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ഹബീബിനെ കുറിച്ച് സാധാരണ എന്ന് പറയല്ല സുഹൃത്തെ, പറഞ്ഞു പോവല്ല. ചുംബിച്ചുകൊണ്ട് ആ മുഖത്തെ പടം അങ്ങ് മൂടി വെച്ച് വാതിൽ തുറക്കുന്നത് മദീനയിലെ പള്ളിയിലേക്ക്, റൗളയിലേക്ക് നേരെ ചെല്ലുന്നു. മിമ്പറിലേക്ക് സഹാബികൾ കൂട്ടക്കരച്ചിലാണ്. അവിടെ സ്നേഹമാണ് കാണിക്കുന്നത്. നബി പറഞ്ഞ നിസ്കാരം വഹിച്ച് മിണ്ടാതെ യാതൊരു സ്നേഹവും കാരുണ്യവും കൽബിൽ തോന്നാതെ കല്ലുകളായി നൽകാൻ സ്വഹാബത്തിന് കഴിയുമായിരുന്നു. പക്ഷേ സ്നേഹം അതിലപ്പുറമാണ്. ഹബീബിന്റെ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞില്ലേ? എമ്പാടും ധൈര്യമുണ്ടായിരുന്ന സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് വാള് പിടിച്ച് നടന്നത്. എന്റെ ഹബീബ് മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തല ഞാൻ മുറിച്ചെടുക്കും. എന്റെ ഹബീബ് മരിക്കാറായിട്ടില്ല. അന്ന് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാൻ പോയ പോലെ എന്റെ റസൂൽ അള്ളാഹുവിന്റെ അരികത്ത് പോയതാണ്. നബി തിരിച്ചു വരും, നബി കണ്ണു തുറക്കും, നബി എണീറ്റിരിക്കും, നബി നമ്മുടെ കൂടെ നിസ്കരിക്കും, നബി നമ്മുടെ കൂടെ നടക്കും. എന്റെ റസൂൽ മരിച്ചു എന്ന് പറയല്ല എന്ന് വാള് പിടിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ നടത്തിയത് ഹബീബിനോടുള്ള ഹിബ്ബായിരുന്നു സുഹൃത്തേ, ഹിബ്ബായിരുന്നു. എമ്പാടും സുന്നത്തും ഫർളും അനുസരിച്ച് ജീവിക്കുന്ന ഉമർ തങ്ങൾക്കാണ് ഈ സ്വബോധം നഷ്ടപ്പെടുന്നത്. എന്റെ നബിയോടുള്ള സ്നേഹം അങ്ങനെയാണ് കാണിച്ചത്, അങ്ങനെയാണ് പുറത്തു വരുന്നത്. സിദ്ദീഖ് എന്നവർ മിമ്പറിൽ കയറുന്നു. ഉമറേ ഇരിക്കണം, ഉമറേ. മറന്നുവരിക്കണില്ല, നടക്കുകയാണ്. വാളും കയ്യിൽ പിടിച്ച് മദീനയിലെ പള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ നടക്കാൻ. ഇരിക്കണില്ല. മൂന്നാമത്തെ വിളിയാണ് സിദ്ദീഖ്. സൗമ്യനായ ശാന്തനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു ധൈര്യം കൊടുത്തതാണ്. ആരാണ് അവിടെ സമാധാനിപ്പിക്കാനുണ്ടാവുക? സിദ്ദീഖ് തങ്ങളില്ലെങ്കിൽ നബി കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖ് എന്നവരല്ലേ? സിദ്ദീഖ് എന്നവർ ഉമറേ ഇരിക്കൂ, ഉമറേ ഇരിക്കൂ എന്ന് മൂന്നാമതൊരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. മിമ്പറിൽ കയറി ഖുത്ബ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരൊക്കെയാണോ മുഹമ്മദ് നബിയെ ആരാധിച്ചത്, ആരാധന അല്ലാഹുവിനല്ലേ, ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയല്ലേ. മുഹമ്മദ് നബിയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയണേ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ ആരാധിക്കുന്നത്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അല്ലാഹു മരിക്കുന്നവനല്ല, അല്ലാഹു ജീവിച്ചിരിപ്പുള്ളവനാണ്. അല്ലാഹുവിന് മരണമില്ല. ഇബാദത്ത് അല്ലാഹുവിന് തുടർന്നോളൂ. ഇബാദത്ത് നബിക്കല്ല, ഇബാദത്ത് സൃഷ്ടികൾക്കല്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. ഖുർആനിലെ ആയത്ത് ഓതിയില്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഈ നബി തങ്ങളുടെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. അവർക്ക് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? എന്റെ റസൂൽ മരിക്കുകയോ ഔ ഖുതില വധിക്കപ്പെടുകയോ ആയാൽ ഇൻഖലബതും അലാ അഖാബികും, നിങ്ങൾ പുറംതിരിഞ്ഞു اللهم صل على سيدنا محمد وعلى آل سيدنا وبارك وسلم عليه. സ്വഹാബികൾ ഹാഫിളീങ്ങളാണ്. സ്വഹാബിമാർ ഖുർആൻ മനഃപാഠമാക്കി
റളിയല്ലാഹു അൻഹു ചോദിച്ചു, സിദ്ദീഖ്, ഖുർആനിലെ ഒരു ആയത്ത്, ഇങ്ങനെ ഒരു ആയത്ത് വഫാത്താവാന്ന് പറയുന്ന ആയത്ത് ആദ്യമായി കേൾക്കുന്ന പോലെ സിദ്ദീഖ്, നമ്മുടെ റസൂൽ മരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിരുന്നു. പറ്റിയില്ല. ലോകത്തിന്റെ ഗുരുവല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തോട് ഇവിടെ പറഞ്ഞത് സ്വഹാബത്ത് വേദനയോടെയാണ് സ്വീകരിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന അനസ് മദീനയുടെ ഇരുട്ടിന്റെ പോലും വെളിച്ചമായിരുന്നു. മദീനയുടെ ഇരുട്ടിന് വെളിച്ചമായിരുന്നു. നബി ഹിജ്റയായി മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ, എന്നാൽ ഹബീബ് ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ മദീനയുടെ പകൽ ഇരുട്ടായിരുന്നുവെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്ന് പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നബിയേ, അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാറുണ്ട് നബിയെ, അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കാൻ. വീട്ടിലിരിക്കുമ്പോ നബിയെ ഒന്ന് കാണണമെന്ന് കൊതിയാകും, നബിയെ ഒന്ന് നോക്കണമെന്ന് കൊതിയാകും. നബിയെ, ഞാൻ എന്റെ വീട്ടിൽ നടന്നു വരും. അങ്ങനെ അങ്ങയുടെ പള്ളിയിൽ അങ്ങറിയാതെ ഒരു മൂലയിൽ വന്നിരുന്നു അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും നബിയെ. കണ്ണു നിറയുമ്പോൾ ഞാൻ പോകും. വീണ്ടും കൊതിയായാൽ, ആഗ്രഹമായാൽ ഞാനിവിടെ വരും നബിയെ, അങ്ങയെ കാണാൻ. എനിക്കൊരു വിഷമമുണ്ട് നബിയെ, ഒരു പ്രയാസമുണ്ട് നബിയെ. എന്താണ് ആ പ്രയാസം? പറഞ്ഞോളൂ സ്വഹാബി. യാ റസൂലല്ലാഹ്,